ഒന്നോ രണ്ടോ ദിവസത്തേക്ക് അത്രേ ഉള്ളൂ. സിദ്ധുവിന് ഇവിടെ നിന്ന് ഫയൽ പഠിച്ചാ പോരെ? എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാനിവിടെ ഉണ്ടല്ലോ. അയ്യോ മോളെ, അവനത് പറ്റത്തില്ല. ഇവിടെ ഇരുന്നാലേ അവന് ദേഹം പൊള്ളുവെന്ന്. എനിക്ക് മനസ്സിലായി സിദ്ധുട്ടാ. ഞാനിവിടെ ഉള്ളതാണല്ലേ സിദ്ധുവിന്റെ പ്രശ്നം. അതാണല്ലോ അസ്വസ്ഥത. ഞാൻ ഈ രാത്രി തന്നെ ഇവിടുത്തെ പോയേക്ക്. അയ്യോ അയ്യോ മോളെ, ചന്ദ്ര വെറുതെ എഴുതാപ്പുറൊന്നും വായിക്കണ്ട. ഞാൻ എന്റെ പ്രൊഫഷണൽ കാര്യത്തിനാണ് പോകുന്നത്. അതെ, അല്ലാതെ ചന്ദ്രമോള് കരുതുന്നത് പോലെയൊന്നും അല്ല. മോളെ, മോളകത്ത് പോ, സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും. ആ, നീ ഒരു വഴിക്ക് പോകാൻ ഇറങ്ങിയതില്ലേ? പോടാ, പോ. നിന്റെ പ്രൊഫഷണൽ ഉത്തരവാദിത്വം എല്ലാം കഴിഞ്ഞ് നിന്റെ മനസ്സും തണുത്ത് കഴിയുമ്പോ ഈ വീട്ടിലുള്ള ആരോടെങ്കിലും നിനക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ തിരികെ വന്നാ മതി. ചെല്ലേ. എന്നാലും ദേവികയോട് എങ്ങനെ ഇത് പറയുമെന്ന് ഓർക്കുമ്പോഴാ. പറഞ്ഞല്ലേ പറ്റൂ. മറ്റൊരാള് പറഞ്ഞ് അറിയുന്നതിലും നല്ലത് നമ്മൾ കാര്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്ന. എന്തൊരു വിധിയാഭാവത്തിൻ്റെത് അല്ലേ? ചില ജന്മങ്ങൾ അങ്ങനെ അക്ഷര. മറ്റുള്ളവർക്ക് വേണ്ടി കത്തി എരിഞ്ഞ് തീരാൻ വിധിക്കപ്പെട്ട മെഴുകുതിരി പോലെയുള്ള ജീവിതം.